നടത്തിയ പ്രകടനം സെക്രട്ടേറിയറ്റ് പരിസരത്തൂടെ പ്രകടനം മാർച്ച് കടന്നു വന്ന് വീണ്ടും സമര ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡിന്റെ മുന്നിലേക്ക് പ്രവർത്തകർ വലിഞ്ഞു കയറുകയാണ്. ബാരിക്കേഡിന്റെ മുകളിലൂടെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വൻ പോലീസ് സന്നാഹം നേരത്തെ ഈ പ്രതിഷേധ പരിപാടിയിൽ വലിയ സംഘർഷമുണ്ടാകും എന്ന് പോലീസ് കണക്കാക്കിയതനുസരിച്ച് സെക്രട്ടേറിയറ്റിന്റെ സറൗണ്ടിങ്ങായി മുഴുവൻ 4 ദിക്കിലും പോലീസ് നിൽക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അടുത്തൊന്നും ഇത്ര വലിയ ആൾക്കൂട്ടമായി സെക്രട്ടേറിയറ്റിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടത്തിയിട്ടില്ല എന്നതാണ്. 1000-ലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. ആ നോർത്ത് ഗേറ്റിൽ നിന്ന് ഓടി വന്ന പ്രവർത്തകർ പിന്നീട് സൗത്ത് ഗേറ്റിലേക്ക് നീങ്ങുകയായിരുന്നു. അവിടെ നിന്ന് കൂട്ടമായി പ്രകടനമായി വന്ന് പിന്നീട് ഈ ബാരിക്കേഡിന് മുകളിലേക്ക് ഓടി കയറുകയായിരുന്നു. ഇപ്പോൾ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിൽ കൊടികെട്ടിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. അതിശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ പ്രവർത്തകരെ കൊണ്ടുവന്നുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച കടക്കുന്നത്. പോലീസും വലിയ സന്നാഹത്തിലാണ്. കാരണം വലിയ സംഘർഷം പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് പോലീസിന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 2 ജലപീരങ്കി ഉൾപ്പെടെ മറ്റ് എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് പോലീസും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ബാരിക്കേഡ് തള്ളിമാറ്റാനും ചാടിക്കടക്കാനുമുള്ള ശ്രമം യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗമായി ഉണ്ടാകും. സമരം ഉദ്ഘാടനം ചെയ്യാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തും എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണോ ഒരു ബാരിക്കേഡ് നീക്കുന്നതിലേക്കും മറ്റ് സംഘർഷത്തിലേക്കും പോവുക എന്ന കാര്യം അറിയില്ല. എന്തായാലും ഈ യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മറ്റ് ജില്ലകൾ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള സംഘടിതമായ ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെ പ്രവർത്തകർ സംഘർഷത്തിന്റെ സാഹചര്യം തന്നെയാണ്. ചെറിയ പ്രതിഷേധ പരിപാടിയല്ല, നിരവധി പ്രവർത്തകരെ എത്തിച്ചിട്ടുള്ള വലിയ പ്രതിഷേധ പരിപാടിക്കാണ് ഇപ്പോൾ യുവമോർച്ച നേതൃത്വം നൽകിയിരിക്കുന്നത്. സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുക തന്നെയാണ് കാര്യങ്ങൾ. റഹീസ് റഷീദുമുണ്ട്. റഹീസ്, ഇപ്പോൾ പ്രസാദിലേക്കാണ്. പ്രസാദ്, ഇപ്പോൾ ഈ പ്രതിഷേധം എവിടെ വെച്ചാണ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നത്? ഇത് നമ്മുടെ നോർത്ത് ഗേറ്റിലാണ് സ്മൃതി സമരം തടഞ്ഞിരിക്കുന്നത്. സാധാരണ നോർത്ത് ഗേറ്റിലാണ് സമരം തടയുകയും ചെയ്യുന്നത്. നേരെ പാളയം രക്സാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായി വന്ന് നോർത്ത് ഗേറ്റിലേക്ക് പ്രതിഷേധം വരികയാണ് പതിവെങ്കിൽ നേരെ സൗത്ത് ഗേറ്റിലേക്ക് പോയി അവിടെ നിന്ന് നഗരം ചുറ്റി പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളോടെയാണ് യുവമോർച്ച പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത്. സാധാരണ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ നടത്തുന്നതിൽ എണ്ണത്തിൽ വലിയ കുറവായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് വിവിധ ജില്ലകളിൽ നിന്നും പ്രവർത്തകരെ കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇവർ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരുവനന്തപുരത്ത് കാര്യമായ ഒരു സമരം സംഘടിപ്പിക്കാൻ BJPക്കോ യുവമോർച്ചക്കോ കഴിയില്ല എന്ന വിമർശനമുണ്ടായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ശക്തമായ സമരത്തിലേക്കും പ്രചാരണത്തിലേക്കും പോകുന്ന ഘട്ടത്തിലാണ് യുവമോർച്ചയും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആദ്യഘട്ടം ജലപീരങ്കി, കാരണം തുടർച്ചയായി ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമാണ് പോലീസ് നേരിടാൻ വേണ്ടി ഒരുങ്ങുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു പ്രവർത്തകർക്ക് നേരെ. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ തുടരെ ജലപീരങ്കി പ്രയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. അതിൽ 2 ജലപീരങ്കികളാണ് ഇവിടെ സന്നദ്ധമാക്കിയിരിക്കുന്നത്. ജലപീരങ്കിക്ക് മുന്നിൽ നിരവധി പ്രവർത്തകർ പോലീസ് വാഹനത്തിന് നേരെ ഓടിയെടുക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. പോലീസിനെ ജലപീരങ്കിക്ക് നേരെ പ്രവർത്തകർ വാഹനത്തെ കൊടി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ അക്രമാസക്തരാവുകയാണ്. വലിയ സംഘർഷത്തിന്റെ സാഹചര്യം തന്നെയാണുള്ളത്. പ്രവർത്തകർ കൊടി
ഉപയോഗിച്ച് പോലീസ് വാഹനത്തിന് നേരെ അടിക്കുന്നുണ്ട്. പോലീസ് അവിടെ നിന്ന് അനങ്ങുന്നില്ലല്ലോ, എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഒരു സംഘർഷ സാധ്യതയിലേക്ക് തന്നെ നീങ്ങുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചൊരു പ്രകോപനമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ആദ്യം പലതവണ ബാരിക്കേഡ് തള്ളിമാറ്റാൻ പ്രവർത്തകർ ശ്രമിച്ച സമയത്താണ് ഒടുവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പ്രവർത്തകർ കൂട്ടത്തോടെ ജലപീരങ്കിക്ക് മുന്നാകെ വരികയായിരുന്നു. കൊടികെട്ടിയ വടി പോലീസിന്റെ വാഹനത്തിന് നേരെ അടിക്കുകയായിരുന്നു, എറിയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ പോലീസിന്റെ വാഹനത്തിന് നേരെ തിരിയുന്നൊരു സ്ഥിതിയുണ്ടായി. ആ സമയത്തും ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു രീതിയിലേക്ക്, ലാത്തിചാർജിലേക്കോ മറ്റു നടപടികളിലേക്കോ കടന്നില്ല. വീണ്ടും അടുത്ത ഘട്ടം എന്ന നിലയിൽ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമാണ്. കൊടികെട്ടിയ വടികൾ കൊടികളോടെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എറിയുന്ന കാഴ്ചകളും ഇവിടെ നിന്ന് കാണാം. സാധാരണ യുവമോർച്ചയുടെ സമരത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ജനക്കൂട്ടം ഇന്നുണ്ട്. ധാരാളം പ്രവർത്തകരുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ കൊണ്ടുവന്നുകൊണ്ടാണ് അതിശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ബന്ദോബസ്ത് ശക്തമായ നിലയിൽ പോലീസ് സംഘടിപ്പിച്ചിട്ടുമുണ്ട്. പോലീസിനറിയാം ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടാകും എന്ന കണക്കുകൂട്ടൽ പോലീസിനുണ്ട്. ഇതിപ്പോൾ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടന്നു. തുടർച്ചയായി തള്ളിമാറ്റാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ പ്രവർത്തകർ കൂട്ടമായി ജലപീരങ്കിക്ക് നേരെ തിരിയുന്ന ഒരു സ്ഥിതിയുണ്ടായി. ജലപീരങ്കി വടിയും കൊടികെട്ടിയ വടിയെടുത്ത് അടിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാനോ ഒന്നും തയ്യാറായിട്ടില്ല. മാർച്ച് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എസ് സുരേഷ് ഉണ്ട്, കരമന ജയനുണ്ട്. അവർ പ്രവർത്തകരെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് തോന്നുന്നത് സ്മൃതി, ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കണം. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഉദ്ഘാടനത്തിന് ശേഷമാണ്. ഉദ്ഘാടനത്തിന് ശേഷം പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അതുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോലും പോലീസ് എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു മുന്നൊരുക്കമാണ് ഇവിടെ നടത്തുകയും ചെയ്യുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് യുവമോർച്ചയുടെ ഈ ഒരു നീക്കം. ആദ്യം ഓടിവന്ന പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് അവരെ തുരത്താൻ ശ്രമിച്ചു. ആ സമയത്തൊന്നും പിന്തിരിഞ്ഞോകാൻ തയ്യാറായില്ല. പ്രവർത്തകർ നേരെ പോലീസ് വാഹനത്തിന് നേരെ തിരിയുകയായിരുന്നു. അതിശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി യുവമോർച്ചയുടെ ഈ രീതിയിലുള്ള ഇത്ര വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കരുതിക്കൂട്ടി നിൽക്കുകയാണ്. ഒരു സംഘർഷത്തിനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് അതിശക്തമായ സുരക്ഷാ സന്നാഹമാണ് സെക്രട്ടേറിയറ്റിലും പരിസരത്തും ഏർപ്പാടാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മാർച്ചിൽ പങ്കെടുത്തതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിലുള്ളത്. മറ്റാളുകൾ ഇവിടെ ചിതറി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവരെല്ലാം മുന്നോട്ട് വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. കാരണം ഓരോ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകന്മാരാണ് തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാവിലെ എത്തിയത്. മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസിന് കൃത്യമായ വിവരമുണ്ടായിരുന്നു ഇതൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ സുരക്ഷാ സംവിധാനം ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമരം ഉദ്ഘാടനം ചെയ്യാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടി മൈക്ക് കെട്ടിയ വാഹനം ഇങ്ങോട്ടേക്ക് നീക്കുകയും ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പോലീസുമായി നേർക്കുനേർ നിൽക്കാൻ, അതല്ലെങ്കിൽ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതിന്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെയുണ്ട്. ധാരാളം പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തുനിന്ന് ഇവിടേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ സമരം രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. നേരത്തെ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് അത് സമാധാനപരമായിരുന്നു. പക്ഷേ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ആ സമയത്ത് തന്നെ പാർട്ടി നേതൃത്വത്തിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ശ്രദ്ധേയമായ സമരം നടത്തിയില്ല എന്ന്. അതിനെ മറികടക്കുന്ന രീതിയിലാണ് യുവമോർച്ചയുടെ സമരം, അതിശക്തമായ സമരം. ഇവരുടെ യുവതികളായ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏതൊരു സംഘർഷത്തിലേക്ക് പോയാലും അതിനെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനം പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സെക്രട്ടേറിയറ്റ്
മറികടന്ന് അകത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ചാടാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പോലീസ് കരുതുന്നുണ്ട്. എങ്ങനെ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇപ്പോൾ നമുക്ക് കാണാം, കൈയടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടഞ്ഞ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം. സമീപ നാളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് കാണാത്ത ഒരു സാഹചര്യം. എന്തായാലും കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടിയ ഒരു അവസരമാണ്. കാരണം ശബരിമലയിലെ സ്വർണം മോഷണം പോയി എന്ന് തെളിയിക്കുന്ന ഹൈക്കോടതി ഉത്തരവുൾപ്പെടെ പുറത്തു വന്ന സാഹചര്യം, പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ പ്രതികളാക്കുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഉയർത്താൻ പറ്റുന്ന ശരി, യുവമോർച്ചയുടെ പ്രതിഷേധം അല്പസമയത്തിനകം അതിശക്തമായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. തത്സമയ വിവരങ്ങളാണ് TV പ്രസാദ് നൽകുന്നത്. നോക്കാം.